ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ മുളക് കറിയുടെ കൂട്ട് ഒരു 1.5 കൂട്ടാണ്, നല്ല രുചിയാണ്. അപ്പോൾ അതിനായിട്ട് 2 തക്കാളി ഒരു പാത്രത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പിൻ്റെ ഇല. ഇനി മുളകും പൊടിയാണ്, ഒരു 3 വലിയ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കൈകൊണ്ട് നന്നായി തിരുമ്പി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ തിരുമ്പി ചേർക്കണതിൽ നന്നായിട്ട് രുചി കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് പുളിയാണ്, പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. അതും ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പി ചേർക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം, എന്നെങ്കിലാണ് കറിക്ക് നല്ല രുചി കിട്ടുള്ളൂ. അതിന് ശേഷം പാകത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്നും കൂടെ നന്നായി തിരുമ്പി എടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇതാക്കി കട്ടിയിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അത് സ്റ്റവിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല, എല്ലാം കൂടെ ഒന്ന് ചതച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകിട്ട കറിയൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ചാളയാണ്, ചെറിയ ചാളയാണ്, പകുതി നന്നാക്കി വെച്ചിട്ടുണ്ട്, പകുതി നന്നാക്കാനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ നന്നാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതാ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം, കറി ഒന്നും കൂടെ വറ്റിയ ശേഷം. അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ചെറിയ ചാള ആയതുകൊണ്ട് പെട്ടെന്ന് കലങ്ങി പോവുള്ളൂ. അപ്പോൾ അതാ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ആ ചതച്ച് വെച്ച അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്പി ചേർക്കാം. അപ്പം അതൊക്കെ തിരുമ്പി ചേർത്ത് അപ്പോൾ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്, മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ചതച്ച് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് കറി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായി തിളപ്പിച്ചെടുത്താൽ മതി. നല്ല രുചിയാണ് ഇങ്ങനെ കറി വെച്ച് കൂട്ടാൻ. കറിയൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇറക്കി വെക്കാം. മീനൊക്കെ നന്നായിട്ട് മുളകും മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്ത് അതൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞെടുക്കാം. കറിയൊക്കെ നന്നായിട്ട് കട്ടിയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ വെള്ളരിക്കട ഒരു കറിയാണ് അതിൻ്റെ കൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് നീളത്തിൽ മുറിച്ച് അതിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ചെറുതായി മുറിച്ചിട്ട് അതിൽ ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ, കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എന്നാലും കറി വെച്ചപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ അതിൽ കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു കറിയായിട്ടാണ് ഇത്, പച്ചമുളകിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.